ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ലോകത്തിലേക്കും ഏറ്റവും സൗമ്യനായ മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവാണ്. ലോകത്തിലേക്കും ഏറ്റവും നിഗളിയായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ലൂസിഫറാണ്. സൗമ്യതയുടെ എതിർപദമാണ് നിഗളം. നിഗളം സാത്താനിൽ നിന്ന് വരുന്നു, സൗമ്യത ക്രിസ്തുവിൽ നിന്ന് വരുന്നു. ക്രിസ്തു തന്നെ താഴ്ത്തി ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ രൂപമെടുത്ത് തന്നെ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. നീ നിന്നെ തന്നെ താഴ്ത്തുവാൻ തയ്യാറാകുന്നിടത്ത് ദൈവം നിന്നെ ഉയർത്തും. തക്ക സമയത്ത് ഞാൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് എൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീനെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ കയ്യിൽ നീ താണിരിക്കുന്ന മനോഭാവമാണ് താഴ്മ. മനസ്സിൻ്റെ മനോഭാവമാണ്. നിഗളവും മനസ്സിലാണ്, അഹങ്കാരം മനസ്സിലാണ്. നമ്മുടെ മനസ്സ് അഹങ്കരിക്കരുത്, നമ്മുടെ മനസ്സ് നിഗളിക്കരുത്. നമ്മുടെ മനസ്സ് എപ്പോഴും താഴ്മയുള്ളതായിരിക്കണം. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നറിയാമോ? നമ്മുടെ മനസ്സിൽ താഴ്മയുണ്ടാകാനാണ്. കഷ്ടതയില്ലായിരുന്നു നീ അഹങ്കാരിയായി പോയനെ. നീ അഹങ്കാരിയായാൽ ദൈവം നിന്നെ തകർത്ത് കളഞ്ഞനെ. എന്നാൽ നീ കഷ്ടത്തിലായത് നിനക്ക് ഉപകാരമായി. കാരണം അതുകൊണ്ട് നിനക്ക് താഴ്മ പഠിക്കാനിടയായി. നീ താഴ്മ പഠിച്ചെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഏറ്റവും താണയാളിനെ ഏറ്റവും ഉയർത്തും. ഏറ്റവും സൗമ്യനായ ആളിനെ ഏറ്റവും അധികം ഉയർത്തും. എവിടെയാണ് ഉയർത്തിയത്? സകല നാമത്തിനും മേലായ നാമം നൽകി. സകല നാമത്തിനും മേലായ നാമം യേശുവിൻ്റെ നാമം. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകളുടെയും ഭൂലോകളുടെയും അധോലോകളുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. ചിലർ പറയും യേശുവിൻ്റെ നാമം എന്ന് പറയല്ലേ, ക്രിസ്തു യേശുവിൻ്റെ നാമം. യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു എന്നറിയപ്പെട്ടു. അവൻ ക്രൂശിൽ മരിച്ച അവസരത്തിൽ ക്രിസ്തു എന്നറിയപ്പെട്ടു. ക്രിസ്തു യേശു എന്നാണ് ലേഖനങ്ങളിൽ പറയുന്നത്. ഇങ്ങനെയുള്ള പ്രത്യേകതയൊന്നുമില്ല, അതൊക്കെ തെറ്റായ ധാരണകളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിങ്കലാണ്. ക്രിസ്തു യേശു എന്നോ കർത്താവായ ക്രിസ്തു എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ നാമത്തിങ്കൽ. കാരണം പേര് ഏത് വാക്കുപയോഗിച്ചാലും അവനാണ്. ഏതെങ്കിലും ഒരാൾ ഉപയോഗിക്കുക, യേശു എന്ന് ഉപയോഗിച്ചുകൊണ്ട് അവൻ ചെറുതാകുകയോ ക്രിസ്തു എന്ന് ഉപയോഗിച്ചുകൊണ്ട് അവൻ വലുതാകുകയോ ചെയ്യത്തില്ല. അതെല്ലാം ഓരോരുത്തരുടെ മനസ്സിൽ കയറിയിരിക്കുന്ന ദുരുപദേശങ്ങളാണ്. യേശു എന്ന വ്യക്തിയാണ് വിഷയം. ഏത് വാക്ക് പറയുന്നതല്ല, വ്യക്തി യേശു. അവൻ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. യേശുവിൻ്റെ നാമത്തിങ്കൽ. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രോഗിക്ക് സൗഖ്യമാകണമെന്ന് പ്രാർത്ഥിക്കരുതെന്ന് ഒരിക്കൽ ടെലിവിഷൻ ഷോ കണ്ടിട്ട് ഗൾഫിൽ നിന്ന് ഒരു സഹോദരി എനിക്ക് കത്തയക്കുകയുണ്ടായി. അത് ശരിയല്ല. പാസ്റ്ററെ പോലെ ഒരാളെ ഗുണദോഷിക്കാനുള്ള പരിജ്ഞാനം എനിക്കില്ലെങ്കിലും അപ്പോസ്തലന്മാർ അങ്ങനല്ല പ്രാർത്ഥിച്ചത്, ക്രിസ്തു യേശു എന്നാണെന്ന് പറഞ്ഞെഴുതി. ആദ്യം എനിക്ക് ഓർമ്മ വന്ന ഈ വാക്യമാണ്, യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകളുടെയും ഭൂലോകളുടെയും അധോലോകളുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിങ്കൽ ഏത് രോഗവും സുഖമാകും. യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകളുടെയും ഭൂലോകളുടെയും അധോലോകളുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുകയും എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. യേശു ക്രിസ്തു കർത്താവ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. ഒരു പ്രത്യേകതയുള്ള പദമാണ് കർത്താവ് എന്ന പദം. നമ്മുടെ ഭാഷയിൽ അങ്ങനെ അധികം ഉപയോഗിക്കുന്നൊരു പദമല്ല കർത്താവ് എന്ന പദം. എന്നാൽ പുരാതന കാലം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലത്ത്, അപ്പോസ്തലന്മാരുടെ കാലത്ത് ലോക സാമ്രാജ്യം ഭരിച്ചിരുന്നത് റോമൻ ചക്രവർത്തിയാണ്. റോമൻ ചക്രവർത്തിയുടെ സ്ഥാനപ്പേരാണ് സീസർ. റോമൻ സീസർ, മലയാളത്തിൽ കൈസർ എന്ന് പറയും. ആ റോമൻ സീസറിനെ കുറിച്ച് അന്നുള്ള ജനങ്ങൾ സീസറിനെ ദൈവമായി കണ്ടിരുന്നു. റോമൻ സീസർ ദൈവമായിരുന്നു അവർക്ക്. അതുകൊണ്ട് റോമിലുള്ള എല്ലാ ജനങ്ങളും, റോമൻ ഭരണത്തിന് കീഴിലുള്ള സകല ജനങ്ങളും വിളിച്ചു പറയേണ്ട ഒരു കാര്യമുണ്ട്, സീസർ ഈസ് ലോർഡ്. സീസറാണ് കർത്താവ്.
സീസർ ഇസ് ലോർഡ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സീസറിന്റെ പ്രതിമയുടെ മുമ്പിൽ ഉണക്കമുദ്രങ്ങായിട്ട് കൊടുക്കണമായിരുന്നു, ധൂപം കാട്ടണമായിരുന്നു, കുന്തിരുക്കം പുകയ്ക്കണമായിരുന്നു. എന്നിട്ട് അവര് സീസറിനെ നമസ്കരിച്ചിട്ട് പറയണം സീസർ ഈസ് ലോർഡ്. അങ്ങനെ റോമിലുള്ള ജനങ്ങൾ മുഴുവൻ റോമൻ ചക്രവർത്തിയെ ദൈവമായി കണ്ട് ചക്രവർത്തിയെ ആരാധിക്കുമ്പോൾ അവിടെയുള്ള ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, സീസർ ഈസ് നോട്ട് ലോർഡ്, സീസർ അല്ല കർത്താവ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്, യേശു ക്രിസ്തുവാണ് കർത്താവ്. അതുകൊണ്ടാണ് കുറുന്ന ലേഖനത്തിൽ വായിക്കുന്ന പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് നേരിട്ട് പറയാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം വെറുതെ വാഗൊണ്ട് പറയുന്ന കാര്യമല്ല. കാലത്ത് ഒരാൾക്ക് സീസർ ഈസ് ലോർഡ്, സീസറാണ് കർത്താവെന്ന് വിളിച്ചു പറയുന്ന കാലത്തല്ലല്ല, യേശുവാണ് കർത്താവെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ അകത്തുണ്ടെങ്കിലേ ജീവൻ കൊടുത്തുകൊണ്ട് അവനത് പറയാനൊക്കത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയും. ആരേറ്റുപറയും? റോമൻ സാമ്രാജ്യത്തിൽ റോമിലെ ഭരണത്തിന്റെ കീഴിലുള്ള പ്രജകളാണ് റോമൻ ചക്രവർത്തി കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞതെങ്കിൽ യേശുവിനെ കുറിച്ച് ഏറ്റുപറയാൻ പോകുന്നത് അവരാരുമല്ല. യേശുവിനെ കുറിച്ച് പറയാൻ പോകുന്നത് ആരാണെന്നറിയാമോ? സർലോകർ, സ്വർഗത്തിലുള്ള മുഴുവൻ ആളുകൾ, ഭൂലോകർ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ, അധോലോകർ, മരിച്ചുപോയ സകല ആളുകളും, സാത്താന്യ ശക്തികളും, അധോലോകർ, സകല ആളുകളും ഒരു ദിവസം ഏറ്റുപറയും. എപ്പോൾ? മുഴങ്കാലും അടക്കിയിട്ട് പറയും, യേശു ക്രിസ്തുവാണ് കർത്താവ്. എല്ലാ നാവും ഏറ്റുപറയുന്ന ഒരു ദിവസം വരുന്നുണ്ട്, യേശുവാണ് കർത്താവെന്ന്. ഒന്നുകിൽ നീ മാനസാന്തരപ്പെടുമ്പോൾ ഇപ്പോൾ നിനക്ക് മുട്ടുമടക്കിക്കൊണ്ട് യേശുവാണ് കർത്താവെന്ന് പറയാം, ഇല്ലെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞ് അവൻ്റെ മുമ്പിൽ ചെന്ന് യേശുവാണ് കർത്താവെന്ന് ഏറ്റുപറഞ്ഞേച്ച് നരകത്തിൽ പോകേണ്ടി വരും. ഇപ്പോൾ മുട്ടുമടക്കി അവനാണ് കർത്താവെന്ന് ഏറ്റുപറഞ്ഞാൽ നിനക്ക് ദൈവസനയിൽ ചെന്ന് ചേരാ. ഇപ്പോൾ പറഞ്ഞില്ലെങ്കിലും എപ്പോഴെങ്കിലും നീ പറയേണ്ടി വരും. ഒടുവിൽ പറഞ്ഞേച്ച് നരകത്തിൽ പോകേണ്ടി വരും. ആരാണ് ബുദ്ധിമാന്മാർ? ബുദ്ധിമാന്മാർ ഇപ്പോഴേ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നവരാണ്. യേശു ക്രിസ്തുവാണ് കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് പറഞ്ഞതുകൊണ്ട് പിതാവായ ദൈവം വേറെയില്ല, യേശു ക്രിസ്തു തന്നെയാണ് പിതാവായ ദൈവം തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്ന ദുരുപദേശ സംഘങ്ങളുണ്ട്. ഇല്ലില്ല, യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പിതാവായ ദൈവവുമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവുമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും കുറയിലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇവിടെ പറയുന്നത് ആത്മരക്ഷയുടെ കാര്യമല്ല, നിങ്ങൾക്ക് ലഭിച്ച രക്ഷയുടെ അനുഭവത്തിൽ നിലനിൽപ്പീൻ. ആത്മീയ രക്ഷയുടെ അനുഭവത്തിൽ നിങ്ങൾ പ്രവർത്തിപ്പീൻ. ഇവിടെ പറയുന്ന പ്രവൃത്തി കർമ്മമാർഗമല്ല, മതാനുഷ്ഠാനങ്ങളല്ല, ആചാരങ്ങളല്ല, അത് ചെയ്യാനല്ല ഇവിടെ പറയുന്നത്. എന്താ കാര്യം? അടുത്ത് പറയുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. നീ വിചാരിക്കും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു കർത്താവ് എനിക്ക് വിടുതൽ തന്നെന്ന്. പക്ഷേ പ്രാർത്ഥിക്കാൻ ആരാ പ്രേരണ തന്നത്? ഇവിടെ വരാനുള്ള ആരോഗ്യമാരാ തന്നത്? ഇവിടെ വരാനുള്ള താല്പര്യമാരാ തന്നത്? നീ ഇവിടെ വന്നതോ പ്രാർത്ഥിച്ചതോ ഒന്നും അല്ല കാര്യം. ഇതെല്ലാം നിന്റെ അകത്ത് പ്രേരിപ്പിച്ചത് നിന്റെ കർത്താവാണ്. അതൊന്നും മറക്കരുത്. അയ്യോ, പ്രസംഗം കേട്ടോടെ ഞാൻ കൈ ഉയർത്തി യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് എനിക്ക് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞെന്ന് നീ തെറ്റിദ്ധരിക്കല്ലേ. നീ പ്രസംഗം കേൾക്കാൻ വന്നത് എങ്ങനെയാ? പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ വചനം നിന്റെ അകത്തോട്ട് കയറിയതെങ്ങനാ? അത് കയറിയ ഉടനെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനുള്ള പ്രേരണ തന്നത് ആരാ? ഇതെല്ലാം പ്രവർത്തിച്ചത് ആരാ? സകലവും നിന്നിൽ പ്രവർത്തിച്ചത് ദൈവം തന്നെയാണ്. നിന്നിൽ നിന്നൊന്നും ഉണ്ടായതല്ല. നിനക്ക് വെറും മഠയനായതുകൊണ്ട് നിശ്ചയിക്കും ഇതൊക്കെ നിന്നിൽ നിന്നുണ്ടായതാണ്. നല്ലല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അവനാണ് നിന്നെ കൊണ്ടുവന്നത്. വെറുതെ ഇവിടെ കയറി വന്നിരിക്കുന്നതല്ല. അതിനുള്ള താല്പര്യം തന്നത് ദൈവമാണ്. അതിനുള്ള ആവേശം തന്നത് ദൈവമാണ്. അവനെ രക്ഷകനായി സ്വീകരിക്കാനുള്ള പ്രേരണ തന്നത് ദൈവമാണ്. വചനം കേൾക്കാനുള്ള താല്പര്യം തന്നത് ദൈവമാണ്. വചനം സ്വീകരിക്കാനുള്ള പ്രേരണ തന്നത് ദൈവമാണ്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം തിരുവുള്ളമുണ്ടായിട്ട് നിൻ്റെ അകത്ത് പ്രവർത്തിച്ചതാ. ഒരു
ക്രെഡിറ്റ് നിനക്കില്ല, ഒരു പൊങ്ങച്ചവും നിനക്കില്ല, ഒരു പ്രശംസയും നിനക്കില്ല. എല്ലാം ദൈവത്തിൻ്റെ തിരുകൃപയെന്നല്ലാതെ, അവൻ്റെ മഹാകൃപയെന്നല്ലാതെ. ആ കൃപയ്ക്കകത്ത് നീ വന്നുപെട്ടു, ഈ ഒഴുക്കിൽ നീ പെട്ടു. ഈ ഒഴുക്കിൽ നിന്നെ എടുത്തിട്ടിട്ട് ഈ ഒഴുക്കത്ത് നിന്നെ ഒഴുക്കിക്കൊണ്ട് വന്നു. ഈ ഒഴുക്കിൻ്റെ പേരാണ് ദൈവകൃപ. ദൈവകൃപയുടെ ഒഴുക്കിനകത്ത് നീ പെട്ടു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ. തിരുവുള്ളമുണ്ടായിട്ട് നീ സകലവും നിന്നിൽ പ്രവർത്തിച്ചത്. അങ്ങനെ നിന്റെ അകത്ത് അവൻ പ്രവർത്തിച്ചെങ്കിൽ ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഇടയ്ക്ക് നിന്നെ ഇട്ടേച്ചു പോകുമോ? കുറെ ദൂരം കൊണ്ടുപോയിട്ട് പിന്നെ നിന്നെ നരകത്തിൽ തള്ളിക്കളയുമോ? ഇല്ല. ഓ ഹല്ലേലൂയ. നിന്നെ ഇത്രയും കൊണ്ടുവന്നവൻ അവസാനം വരെ നിന്നെ നടത്തൂ. നിത്യത വരെ നിന്നെ കൊണ്ടെത്തിക്കൂ. നിന്റെ കൈക്ക് പിടിച്ചവൻ മാറാത്തവൻ, അവൻ മാറിപ്പോകാത്തവൻ, അവൻ അവസാനം വരെ നിന്നെ നടത്തുവാൻ വിശ്വസ്തൻ. പിശാച് നിന്നെ പേടിപ്പിക്കാൻ നീ സമ്മതിക്കരുത്. കർമ്മമാർഗക്കാരായ മനുഷ്യർ നിന്നെ പേടിപ്പിക്കാൻ നീ സമ്മതിക്കരുത്. അവരിവരും അതിനെ ഭീഷണിപ്പെടുത്തുമില്ല. മുറ്റിയ മാനസാന്തരം 3 മാസമേ ഉള്ളൂ. കുറേ നാൾ കഴിയുമ്പോൾ നീ പിന്മാറിപ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ആ തെറ്റ് വരും, ഈ തെറ്റ് വരും, നീ ലോകത്തിൻ്റെ ഒഴുക്കിൽ ഒഴുകിപ്പോകും എന്നൊക്കെ പറഞ്ഞ് പിശാചുക്കൾ നിന്നെ ഭീഷണിപ്പെടുത്താൻ വരുമ്പോൾ നീ പറയണമില്ല, വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ച മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവനായി നിർത്താൻ കഴിയുന്ന ഒരുവനാണ് എന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത്. അവനാണ് എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുക. സഹോദര, വഴിയിൽ നിന്നെ അവൻ ഉപേക്ഷിക്കത്തില്ല. നിന്നെ കൈക്ക് പിടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ അവസാനം വരെ നിന്നെ നടത്തുവാൻ അവൻ വിശ്വസ്തനാണ്. നിന്റെ ആത്മീയത്തിൻ്റെ തീഷ്ണത കൊണ്ടൊന്നുമല്ല നീ ഇവിടം വരെ വന്നത്. നീ ഒരുപാട് കൈയടിച്ചത് കൊണ്ട്, ഒരുപാട് സ്തോത്രം പറഞ്ഞുകൊണ്ട്, ഒരുപാട് ഉപവാസം എടുത്തത് കൊണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും അല്ല നീ ഇവിടം വരെ വന്നത്. അതെല്ലാം നല്ല കാര്യം, അതെല്ലാം ചെയ്യണം. പക്ഷേ അതിലൊന്നും നീ ചാരല്ല, അതിലൊന്നും നീ ആശ്രയിക്കരുത്. ഇതൊന്നുമല്ല, ഇതെല്ലാം അവിടുത്തെ ഇഷ്ടമായിരുന്നു. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് നീ നിത്യത മുഴുവനിരുന്ന് ആലോചിച്ചാലും പിടികിട്ടത്തില്ല. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാതെ നിന്നെ സ്നേഹിക്കാൻ എന്തായിരുന്നു കാര്യം? നിന്റെ ചേട്ടനെ സ്നേഹിക്കാതെ നിന്നെ സ്നേഹിക്കാൻ എന്തായിരുന്നു കാര്യം? നിന്റെ സ്വന്തക്കാരെ സ്നേഹിക്കാതെ നിന്നെ സ്നേഹിക്കാൻ എന്താണ് കാര്യമെന്ന് നീ എത്ര നാൾ ആലോചിച്ചാലും നിനക്കൊരു പിടിയും കിട്ടത്തില്ല. പക്ഷേ ഇതുവരെ നിന്നെ കൈക്ക് പിടിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം അവനൊരു ഇഷ്ടം നിന്നോട് തോന്നി. അതിനൊരു കാരണവും നിന്നിലില്ല. നീ ഇഷ്ടപ്പെടാൻ കൊള്ളാവുന്നവനെ അല്ല. എങ്കിലും അവന് കൃപ തോന്നി നിന്നെ ഇഷ്ടപ്പെട്ട് ഇവിടം വരെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ ഇട്ടേച്ചു പോകാനല്ല, നിന്റെ അക്കരെ നാട്ടിൽ കൊണ്ടെത്തിക്കുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. അത് നിന്റെ ശക്തി കൊണ്ടോ നിന്റെ ഭക്തി കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ അല്ല, അവന്റെ കൃപ കൊണ്ട്. അവന്റെ കൃപ കൊണ്ട്, അവന്റെ കൃപയിൽ ആശ്രയിച്ചാണ് ഓരോ ചുവടും നമ്മൾ വയ്ക്കുന്നത്. അവന്റെ കൃപയിൽ ആശ്രയിച്ചാണ് ഓരോ ദിവസവും നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. അവന്റെ കൃപയിലാണ് നമ്മൾ ചാരുന്നത്. ഓ ഹല്ലേലൂയ. ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചത്. നിങ്ങളുടെ അകത്ത് ഈ തീരുമാനത്തിനുള്ള ശക്തി തന്നത് ദൈവം തന്നെ. നിന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് ദൈവം തന്നെ. നിന്നെ രക്ഷയിലേക്ക് നടത്തിയത് ദൈവം തന്നെ. പല വഴിയിലൂടെ കറക്കിയായിരിക്കും നിന്നെ ഇവിടെ കൊണ്ടുവന്ന. കറക്കമൊന്നും സാരമില്ല, അവൻ കൊണ്ടുവന്നല്ലോ കൃപയിൽ. ഒടുവിൽ അവൻ്റെ കൃപയിൽ അവൻ കൊണ്ടുവന്നല്ലോ, അത് മതി നമുക്ക്. ആ കൃപയിൽ നീ നിലനിൽക്കണം, അവിടെ നീ ആശ്രയിച്ചു കൊള്ളണം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുപ്പും പരാതിയും പറയാതെ, തർക്കിച്ചും വാദിച്ചും സമയം കളയാതെ എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. നിങ്ങളുടെ സാക്ഷ്യം നിലനിർത്തണം. മറ്റുള്ളവർ നിന്ദിപ്പാൻ ഇടവരരുത്. പരമാർത്ഥികളായിരിക്കണം. ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായി അവനെ അനുസരിക്കണം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു.
നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ജ്യോതിസ് പറഞ്ഞാൽ വെളിച്ച ഗോളങ്ങളാണ്. നിങ്ങൾ വെളിച്ച ഗോളങ്ങളെ പോലെ പ്രകാശിക്കുകയാണ്. നീ മങ്ങി മങ്ങി നിൽക്കാനുള്ളവനല്ല, മങ്ങിയിരിക്കേണ്ട കാര്യമില്ല. നീ ജ്യോതിർഗോളം പോലെ പ്രകാശിക്കാനുള്ള ആളാണ്. നീ വെളിച്ചമായിട്ട് നിൽക്കേണ്ട ആളാണ്. നീ പ്രകാശിക്കേണ്ട ആളാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ലോകത്തിൻ്റെ ഇരുട്ട് നിന്റെ മൂടും, ദുഷ്ടപിശാചിൻ്റെ ഇരുട്ട് നിന്റെ ചുറ്റും കൊണ്ടുവന്ന് നിന്റെ മുഖത്തെ വാടിപ്പിച്ച് ലജ്ജിപ്പിച്ച് നിന്റെ മനസ്സിനെ മുരടിപ്പിച്ച് നിരാശപ്പെടുത്താനാണ് പിശാച് പോരാടുന്നെങ്കിലും ഇന്ന് നീ പറയണമില്ല, ഞാൻ പ്രകാശിക്കും. ദൈവത്തിൻ്റെ പ്രകാശം എൻ്റെ മേലുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ തേജസ് നിന്റെ മേൽ ചുറ്റി മിന്നുന്നു. ദൈവത്തിൻ്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ദൈവ തേജസ് നിന്റെ മേൽ വന്നതുകൊണ്ട് നീ പ്രകാശിക്കേണ്ടവനാണ്. നീ മങ്ങി മങ്ങി കത്തേണ്ടവനല്ല. വോൾട്ടേജ് കുറഞ്ഞു പോകുന്ന അവസരത്തിൽ ബൾബിൻ്റെ ഫിലമെൻ്റ് മാത്രം ചുമന്നിരിക്കുന്ന പോലെ കത്താനുള്ള ആളല്ല നീ. നീ നല്ല പോലെ ജ്വലിച്ച് പ്രകാശിക്കാനുള്ള തീ പന്തമാണ്. നീ ഒരു തീ പന്തമാണ്. നീ ഒരു തീ ജ്വാലയാണ്. നിന്റെ കുടുംബത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കേണ്ടത് നീയാണ്. നിന്റെ നാടിനെ മുഴുവൻ പ്രകാശിപ്പിക്കേണ്ടത് നീയാണ്. അന്ധകാര ശക്തികൾ വിട്ടോടിപ്പോകട്ടെ, പൈശാചിക ശക്തികൾ വിട്ടോടിപ്പോകട്ടെ. ആത്മീയ ശക്തിയാൽ നീ ജ്വലിച്ച് പ്രകാശിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഒരിരുട്ടിനും നിൽക്കാൻ കഴിയത്തില്ല. കത്തി നിൽക്കുന്ന ഒരു ചെറിയ മെഴുതിരിയാണ് നീ എന്ന് സങ്കല്പിക്കുക. ഒരു ചെറിയ മെഴുതിരി കത്തിച്ച് നിൽക്കുക. അത് കത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ മെഴുകുതിരിയാണ് നീ. ഒരു സങ്കല്പമാണ്. കൂരിരുട്ട്, അതിഭയങ്കരമായ കൂരിരുട്ട് ചുറ്റുമുണ്ട്. ആ കൂരിരുട്ടെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടം കൂടി ഗൂഢാലോചന നടത്തി. എന്താണ് ഗൂഢാലോചന? മുഴുവൻ കൂരിട്ടിൻ്റെ ശക്തികളും അന്ധകാരത്തിൻ്റെ ശക്തികളും ഒന്നിച്ച് ചേർന്ന് പറഞ്ഞു, ഈ മെഴുകുതിരി കൊച്ചു മെഴുകുതിരിയല്ലേ, ഇതിങ്ങനെ കത്തണ്ടത്, കെടുത്താം, ഇത് നമുക്ക് കെടുത്താം, നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് ചെന്ന് ഇത് കെടുത്താം. അങ്ങനെ സകല കൂരിട്ടും കൂടെ ഒന്നിച്ചു കൂടി വരികയാണ് ഈ കൊച്ചു മെഴുകുതിരിയെ കെടുത്താൻ. ഈ കത്തി നിൽക്കുന്ന കൊച്ചു മെഴുകുതിരിയെ കെടുത്താനായിട്ട് സകല കൂരിട്ടും കൂടെ ഒന്നിച്ചു വരികയാണ്. സകല കൂരിട്ടും കൂടെ ഒന്നിച്ചു വന്നാൽ ഈ മെഴുകുതിരിയെ കെടുത്താനൊക്കുമോ? അടുത്തു വരാനൊക്കത്തില്ല. വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് വരാനൊക്കത്തില്ല. ചെറിയ മെഴുകുതിരിയാണെങ്കിലും ഇരുട്ടിന് അടുത്ത് വരാനൊക്കത്തില്ല. അടുത്ത് വരുമ്പോൾ ഈ വെളിച്ചം ഇരുട്ടിനെ തോൽപ്പിക്കൂ. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കും സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കയില്ല. നീ ഒരു കൊച്ചു മെഴുകുതിരി ആയിരിക്കാം, പക്ഷേ മുഴുവൻ കൂരിട്ടും ഒന്നിച്ചു കൂടിയാലോ നിന്നെ കെടുത്താൻ കഴിയത്തില്ല, നിന്നെ അണയ്ക്കാൻ കഴിയത്തില്ല. കൂരിട്ടിന് ശക്തിയില്ല. ഒരു മെഴുകുതിരിയെ കെടുത്താനുള്ള ശക്തി കൂരിട്ടിനില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു തീനാളമാണ് നിന്നെ കത്തിച്ചത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീനാളത്തെ കെടുത്താൻ പാതാള ഗോപുരങ്ങൾക്ക് ശക്തിയില്ല, ലൂസിഫറിന് ശക്തിയില്ല, അന്യ ആരാധനയുടെ ബന്ധനങ്ങൾക്ക് ശക്തിയില്ല, മന്ത്രവാദികൾക്ക് ശക്തിയില്ല, ക്ഷുദ്രപ്രയോഗക്കാർക്ക് ശക്തിയില്ല, പൈശാചിക സേവക്കാർക്ക് ശക്തിയില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു തീനാമ്പാണ് നിന്നിൽ കത്തിക്കൊണ്ട് നിൽക്കുന്നത്. അതാണ് നിന്റെ വീടിൻ്റെ വിളക്ക്, അതാണ് നിന്റെ വീടിൻ്റെ വെളിച്ചം. അല്ലേ നിന്റെ വീട് കുപ്പക്കുന്നാക്കിയനെ, അല്ലെങ്കിൽ നിന്റെ വീട് കുഴിച്ച് കുഴി തോണ്ടുമായിരുന്നു, അതിൻ്റെ അടിത്തറ മാന്തി മറിക്കുമായിരുന്നു. ദുഷ്ടശക്തികൾ ഗൂഢാലോചന ചെയ്തതാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീനാമ്പ് നിന്റെ വീട്ടിൽ കത്തി നിൽക്കുന്ന കാലത്തോളം അതിൻ്റെ അടുത്തേക്ക് വരുവാൻ ദുഷ്ടശക്തികൾക്ക് കഴിയുകയില്ല. നീ ജയിച്ചിരിക്കുന്നു, നീ ജയമെടുത്തിരിക്കുന്നു, നീ ജയാളിയായിരിക്കുന്നു. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട. നിനക്കാണ് ജയം.
അവരുടെ ഇടയിൽ, ലോകക്കാരുടെ ഇടയിൽ, ലോകമനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, നിന്റെ അകത്ത് കയറിയിരിക്കുന്ന വചനത്തിൻ്റെ പേര് ജീവന്റെ വചനം. ഈ കേൾക്കുന്ന പ്രസംഗത്തിൻ്റെ പേര് ജീവന്റെ വചനം. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. പൗലോസ് എഴുതിയാണ്, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകുമെന്ന് പറഞ്ഞാൽ, ഫിലിപ്പയിലുള്ള ദൈവമക്കളെ ദൈവവചനം പ്രമാണിച്ച് ജീവിക്കുമ്പോൾ കർത്താവ് പ്രതിഫലം കൊടുക്കുമ്പോൾ പൗലോസിന് പ്രശംസ കിട്ടും. എന്താ കാര്യം? പൗലോസ് അധ്വാനിച്ച് വൃഥാവായില്ല. ഞാൻ ഓടിയതും അധ്വാനിച്ചും വൃഥാവായില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസമെന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെ ഏത് സമയത്ത് വേണമെങ്കിലും രക്തസാക്ഷിയായി കൊല്ലാം. രക്തസാക്ഷിയായി അവൻ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇതൊരു യാഗമാണ്. ഈ യാഗത്തിൽ എൻ്റെ രക്തമാണ് ഒഴിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ കാരണമായി തീർന്ന നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ജാതികളുടെ ഇടയിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ എൻ്റെ രക്തം ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെടും. എന്നെ രക്തസാക്ഷിയാക്കും, എന്നെ വെട്ടിക്കൊല്ലും, എൻ്റെ ചോര ചിന്തി ഞാൻ മരിക്കേണ്ടി വരുമെങ്കിലും സന്തോഷിക്കുന്നു. അപ്പോൾ സന്തോഷിക്കുന്ന പൗലോസ് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല സൗകര്യമായി. ഇപ്പോൾ വേണമെങ്കിൽ 10 കുപ്പി ബ്ലഡ് എൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കത്തക്കോണം നല്ല വണ്ണവും പൊണ്ണവും ഒക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷിക്കുന്നല്ല പറഞ്ഞത്. രക്തസാക്ഷിയായി ഞാൻ മരിക്കേണ്ടി വന്നാലും സന്തോഷിക്കുന്നു. എൻ്റെ രക്തം ചിന്തേണ്ടി വന്നാലും രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. ഞാൻ രക്തസാക്ഷിയാകുമ്പോൾ ഞാൻ മാത്രമല്ല സന്തോഷിക്കേണ്ടത്, നിങ്ങളും സന്തോഷിക്കണം. നിങ്ങളുടെ കൂടെ ഞാനും സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. എത്ര പ്രാവശ്യമാണ് രക്തസാക്ഷിയാകുന്ന കാര്യം പറഞ്ഞു വെച്ചാൽ സന്തോഷിക്കാൻ പറഞ്ഞേക്കാൻ നോക്കിക്കേ. നിങ്ങളുടെ വിശ്വാസമെന്ന യാഗം ഓർപ്പിക്കുന്ന ശുശ്രൂഷയും രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളെല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. 4 പ്രാവശ്യമാണ് പറഞ്ഞേക്കുന്നത് സന്തോഷിക്കാൻ. എത്ര സന്തോഷമുള്ള കാര്യം അവിടെ പറയുന്നത്. ചാകുന്ന കാര്യം പറഞ്ഞ് പറയുക, എന്നെ അവർ വെട്ടിക്കൊല്ലാൻ പോവുക, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. എന്താ കാര്യം? ഇതൊരു യാഗം നടക്കാൻ പോവുക. എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ഒരു ദൈവപദന് ഈ ലോകത്തിലെ ഭൗതിക സാഹചര്യങ്ങളല്ല അവൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. അവൻ്റെ ആത്മീയമായ പ്രതിഷ്ഠയാണ് അവൻ്റെ സന്തോഷത്തിന് കാരണം. എന്തുകൊണ്ട്? എല്ലാം അനുകൂലമായതുകൊണ്ടാണോ? ഇവിടെ എല്ലാവരും കൂടെ കൈയടിച്ച് ഒച്ച വെച്ചതല്ലല്ല. എത്രയോ പ്രതികൂലം. സാക്ഷി പറയാൻ സമയം കൊടുത്താൽ ഓരോരുത്തർ കടന്നു പോകുന്ന നിരവധി പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ സന്തോഷിക്കാൻ കഴിയുന്നു. ദൈവസേനയിൽ വന്നിരിക്കുമ്പോൾ അതെല്ലാം മറന്നേച്ച്, അതെല്ലാം എടുത്ത് ദൂരോട്ട് എറിഞ്ഞേച്ച് ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കാൻ കഴിയുന്നു. ഭൗതിക സാഹചര്യങ്ങളല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. കർത്താവുമായുള്ള ബന്ധമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനസ്സ് തണുക്കേണ്ടതിന് തിമത്യോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. ഫിലിപ്പിയിലെ റോമിൽ നിന്ന് എൻ്റെ കൂടെയുള്ള തിമത്യോസ് എന്ന ദൈവദാസനെ ഫിലിപ്പിയിൽ അയച്ചേച്ച് നിങ്ങളുടെ വിവരങ്ങളെല്ലാം അറിഞ്ഞ് എൻ്റെ മനസ്സൊന്ന് തണുക്കണം. എനിക്ക് അതിനുവേണ്ടി അങ്ങോട്ട് അയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. ഈ റോമിൽ ഞാൻ ആയിരിക്കുമ്പോൾ പലരും, ഇവിടെയുള്ള പല വിശ്വാസികളും അവരെനിക്ക് ബുദ്ധിമുട്ട് വരുത്താൻ ശ്രമിക്കുന്നവരാണ്. ഞാൻ ജയിലിൽ കിടക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. ഇവിടെ ജയിലിൽ പോകേണ്ടി വന്നല്ലോ, ഇവൻ വന്നിനി നമ്മളൂടെ ജയിലിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് അവരൊക്കെ എന്നെ നകന്നു കഴിയുകയാണ്. പക്ഷേ എൻ്റെ കൂടെ ഒരുത്തൻ നിപ്പുണ്ട്, ഒരു തിമത്തിയോസ്. അവൻ തുല്യചിത്തനായി നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി എന്നെ പോലെ കരുതാൻ വേറൊരാളില്ല. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവർക്കെല്ലാം അവരുടെ കാര്യമാണ് വലുത്. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല അവർക്ക് വലുത്.
അവരെല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല നോക്കുന്നത്. നമുക്ക് തോന്നും യേശു ക്രിസ്തുവിൻ്റെ കാര്യം അവരൊക്കെ നോക്കുന്നെന്ന്. കുറച്ചുകൂടെ അടുത്ത് ചെന്ന് നോക്കാം, അന്നേരം അറിയാം അവരൊക്കെ സ്വന്തം കാര്യം നോക്കുന്നവരാണ്. എന്നാൽ തിമത്തിയോസോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരു മകനെ പോലെ എൻ്റെ കൂടെ ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്തവനാണ് തിമത്തിയോസ്. സ്വർഗസ്വനായ പിതാവേ, ലോകമുഖം പൗരുഷൻ TV ചാനലിലൂടെ ലിവിങ് വേർഡിലൂടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ജനത്തിനായിട്ട് സ്തോത്രം. വലിയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. യേശുക്രിസ്തുവിലുള്ള രക്ഷയുടെ വലിപ്പം മഹത്വം കാണുവാൻ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. ആവശ്യങ്ങളെ സഹായിക്കണേ. ജ്യോതിഷുകളെപ്പോൾ പ്രകാശിക്കുവാൻ കൃപ നൽകണമേ. ഗോസ്പൽ വെബ്സൈറ്റിലൂടെ പ്രസംഗം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. ഇവിടെ കൂടി വന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന അവിടുത്തെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ അനുഗ്രഹം അവിടുത്തെ ജനത്തിൻ്റെ മേൽ വസിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.